ഹലോ ഗൈസ്, അപ്പോൾ വിസ്ട്രോം 250 ഇൻ 2025 ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പം കറക്റ്റ് 1 വർഷവും 3 മാസമായി. അപ്പം ഇത്രയും നാളിനുള്ളിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ എന്തൊക്കെ പാർട്സ് എനിക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്, അതുകൂടാതെ ഈ വണ്ടി ഇപ്പം അതായത് 2025 ഈ ഒരു പ്രൈസിന് വെർത്താണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കെന്തായാലും വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ആദ്യം തന്നെ ഞാൻ വണ്ടിയുടെ കുറച്ച് പ്രോസ് പറഞ്ഞുതരാം. നമുക്കിപ്പം സാധാരണ ഒരു 250cc അഡ്വഞ്ചർ ബൈക്കിനൊക്കെ മാക്സിമം എത്ര മൈലേജ് പ്രതീക്ഷിക്കാനാവും? ഒരു 30 to 38 ആ ഒരു റേഞ്ചിൽ. പക്ഷേ നമ്മുടെ വണ്ടിക്ക് ഇപ്പം എനിക്ക് കിട്ടുന്നത് ലോങ് റൈഡ് തന്നെ 46 km/ലിറ്റർ വരെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ടാങ്ക് ടു ടാങ്ക് വെച്ച് ചെക്ക് ചെയ്തതാണ്. അതായത് എല്ലാ കണ്ടീഷനിലും ഓടിച്ചിട്ടാണ് ആ ഒരു മൈലേജ് കിട്ടിയത്. അതുപോലെ മിനിമം മൈലേജായിട്ട് എനിക്ക് 38 km/ലിറ്റർ എപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പം അത് ഒബ്വിയസ്ലി ഒരു നല്ല മൈലേജ് തന്നെയാണ്. പിന്നെ അതുകൂടാതെ മെയിൻ്റനൻസ്, എനിക്ക് ഇത്രയും നാളായിട്ട് ഈ വണ്ടിയിൽ ആകെ റീപ്ലേസ് ചെയ്യേണ്ടി വന്നത് ഇതിൻ്റെ കോൺസെപ്റ്റും ക്ലച്ച് കേബിളും. അതല്ലാതെ വേറൊരു പാർട്സും തേയ്മാനത്തിൻ്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഇഷ്യൂസ് കൊണ്ടോ എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതെന്തായാലും വലിയൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. ഞാൻ എടുക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് 2,77,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ഉണ്ടായത്. അതിലൊരു 4,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സുസുക്കിയുടെ ജാക്കറ്റും അതുപോലെ തന്നെ ഹെൽമെറ്റൊക്കെ അഡീഷണലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം 2025 വണ്ടിയുടെ റേറ്റ് ഇപ്പം 2,87,000 രൂപയാണ്. ഈ ഒരു വർഷമായിട്ട് സുസുക്കി ആകെ ഈ വണ്ടിയിലൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത് ഒരു കളർ ചേഞ്ചാണ്. OBD2 റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കേട്ടായിരുന്നു. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സൊന്നും സുസുക്കി കൊടുത്തിട്ടില്ല. ഇവർ OBD2 റെഡി, അതുപോലെ തന്നെ റെഡ് കളർ, ഇത് ഈ രണ്ടും അല്ലാതെ വേറൊരു അപ്ഡേറ്റ് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നും സുസുക്കിയിൽ കൊണ്ടുവന്നിട്ടില്ല. വിസ്ട്രോം ഓണേഴ്സ് തന്നെ ഒരുപാട് നാളായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് വിസ്ട്രോമിൻ്റെ സസ്പെൻഷൻ ട്രാവൽ ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു സ്വിച്ചബിൾ ABS പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ഇത് രണ്ടും അവർ കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. അപ്പം ഈ ഒരു പ്രൈസിന് 2,87,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന സമയത്ത് 2025 വിസ്ട്രോം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സ് വൈസ് ഇത് വാല്യൂ ഫോർ മണി അല്ല എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ ടൂറിങ് കംഫർട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, അതുപോലെ അത്യാവശ്യം സിറ്റിയിൽ കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഫീച്ചേഴ്സൊന്നും വേണമെന്നില്ല, അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വിസ്ട്രോമിലേക്ക് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസ്ട്രോം എടുത്താൽ ഫ്യൂച്ചറിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വണ്ടി നല്ല റോഡ് പ്രസൻസ് ഉണ്ട്, ഒരു ബിഗ് ബൈക്കാണ്, അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ടൈപ്പ് വണ്ടിയാണ്. അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. ആ സമയത്ത് ഹിമാലയൻ 450യും അതുപോലെ ട്രയംഫൊന്നും റിലീസായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റിലീസായിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ മേടിക്കില്ലായിരുന്നു, കാരണം ഈ വണ്ടി എനിക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ചിലർ വണ്ടി കണ്ടിട്ട് ആ ഒരു ഇഷ്ടം കൊണ്ട് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ റീകൺസിഡർ ചെയ്യുക. ടെസ്റ്റ് റൈഡ് അടിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എക്സ്പൾസ് 210ഉം അതുപോലെ തന്നെ TVSൻ്റെ അതുപോലെ തന്നെ TVSൻ്റെ RTX 300ഉം വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ആ വണ്ടിയും കൂടെ ട്രൈ അടിച്ച് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വിസ്ട്രോം പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിനിടയിൽ പർച്ചേസ് ചെയ്യുന്നത് വാല്യൂ ഫോർ മണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം റിയർ സസ്പെൻഷൻ ഭയങ്കര ബൗൺസിയാണ്, മാത്രമല്ല പെട്ടെന്ന് ബോട്ടം ഔട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ ചിലപ്പം ഫ്യൂച്ചറിൽ അനോയ് ചെയ്യാൻ സാധ്യതയുണ്ട്. എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കണ്ടായിരുന്നു തോന്നുന്നതിനേക്കാൾ നല്ലതാണ് എടുക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിച്ച് വെയിറ്റ് ചെയ്തെടുക്കുന്നത്. 2025 വിസ്ട്രോം വാല്യൂ ഫോർ മണി അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നത് ഒരു മേജർ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്കണ്ടിന്യൂഷൻ വിസ്ട്രോമിന് ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അധികം ആൾക്കാരും വാങ്ങിക്കാൻ സാധ്യതയില്ല ഈ ഒരു റേറ്റിൽ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യണം, വണ്ടി ഒറ്റ ലുക്കിൽ ഇഷ്ടപ്പെട്ടു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വഴിക്ക് വെച്ച് കാണാമെന്നുള്ളൊരു മെൻറ്റാലിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം.
വണ്ടി എന്തായാലും നിങ്ങളെ പറ്റിക്കില്ല. കാരണം നല്ല റിലയബിളാണ്, നല്ല കംഫർട്ടാണ്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന ബാക്കിയുള്ള വണ്ടികൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ അഡ്വഞ്ചർ ലേബലിൽ വരുന്ന ബാക്കിയുള്ള വണ്ടികൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വണ്ടി വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.